Hello students, welcome to the Radiantz. So, നമ്മൾ ഇന്ന് മുതൽ NCERT സൊല്യൂഷൻസിൻ്റെ ഒരു സീരീസ് തുടങ്ങുകയാണ്. ഓരോ വീഡിയോയിലും 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. NCERT പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. കാരണം എൻട്രൻസിനാണെങ്കിലും ബോർഡ് എക്സാമിനാണെങ്കിലും NCERT എക്സസൈസ് മാക്സിമം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ പേടിയില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാ ചാപ്റ്ററിലെയും എല്ലാ NCERT എക്സസൈസുകളും ഒരു തവണയെങ്കിലും മിനിമം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം. സോ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോസിലേക്ക് ഇടുന്നാലോ? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്പുകളോട് ഞാൻ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പുകൾ അതേപോലെ ഫോളോ ചെയ്ത് നമുക്ക് എല്ലാ പ്രോബ്ലംസിലും ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. What is the force between two small charged spheres having charges of 2 × 10⁻⁻⁷ coulomb and 3 × 10⁻⁻⁷ coulomb placed 30 cm apart in air? സോ നമ്മുടെ ന്യൂമറിക്കൽ സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അത് എത്ര തവണ വായിക്കുന്നുള്ള റിപ്പീറ്റായിട്ട് വായിച്ചോളൂ, പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നിടം വരെ വായിക്കുക. ഓക്കെ അല്ലേ? അതിനുശേഷം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ച് നിൽക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 സ്പെറിക്കൽ ചാർജുകളുണ്ട്. ഓക്കെ ആണോ? അത് നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ? ഒരു 6 ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഈ പ്രോബ്ലം ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നമുക്ക് ഗിവൺ വാല്യൂസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഗിവൺ വാല്യൂസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ. ദാ ഫിഗർ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് 2 ചാർജുകൾ Q1 എന്നും Q2 എന്നും പറഞ്ഞിട്ടുള്ള 2 ചാർജുകൾ 6 ഡിസ്റ്റൻസിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഗിവൺ Q1 ഈസ് ഈക്വൽ ടു പറ. Yes, it is 2 × 10⁻⁻⁷ coulomb. Coulomb is the unit of charge. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണ്, മാറ്റാൻ നിൽക്കണ്ട. നെക്സ്റ്റ് Q2ൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻⁻⁷ coulomb ആണോ? അതെ, അതും മാറ്റാൻ നിൽക്കണ്ട. നെക്സ്റ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം R ഈസ് ഈക്വൽ ടു ഗിവൺ 30 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണോ? SI യൂണിറ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റണം? അതിനെ മീറ്ററിലേക്ക് മാറ്റണം. ദറ്റ് ഈസ് 30 × 10⁻⁻² മീറ്റർ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതിക്കൂടെ? 3 × 10⁻⁻⁴ മീറ്റർ. ക്ലിയർ അല്ലേ? സോ ഗിവൺ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ അൺനോൺ ക്വാണ്ടിറ്റി, അതായത് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി, നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊന്ന് വെച്ചേക്കണം. കാരണം കണ്ടുപിടിക്കേണ്ട എന്താണോ അതൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനുള്ള ഇക്വേഷൻ ഗിവൺ വാല്യൂസ് വെച്ച് ഓർമ്മ വരും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, നിങ്ങളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി എന്താണോ അത് പെട്ടെന്ന് ഓർമ്മ വരും. F കാണണം, Q1 ഉണ്ട്, Q2 ഉണ്ട്, R ഉണ്ട്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് കൾഡ് കൂളോംസ് ലോ ആണോ? സോ വി ഹാവ് ഫ്രം കൂളോംസ് ലോ F ഈസ് ഈക്വൽ ടു K × Q1 Q2 /R². പഠിച്ചിട്ടുണ്ടല്ലോ? എന്താ കൂളോംസ് ലോ പറയുന്നത്? 2 ചാർജുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആയിരുന്നല്ലോ. അപ്പോൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് വാട്ട് ഈസ് K? യെസ്, അതൊരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് ആണോ? ഇലക്ട്രോസ്റ്റാറ്റിക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ മീഡിയത്തെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് മീഡിയം എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഫ്രീ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K ഇൻ ഫ്രീ സ്പേസ്? ദറ്റ് ഈസ് 9 × 10⁻⁹ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻറ്റു Q1 സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്, ഒരു പ്രശ്നമില്ല. 10⁻⁷ ഇൻറ്റു 3 × 10⁻⁷ ആണോ? ഡിവൈഡഡ് ബൈ R കൊടുക്കുമ്പോൾ ഏത് കൊടുക്കണം? സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയത് 3 × 10⁻⁻⁴ ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചോ, ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ദാ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 9 × 10⁻⁹ 10⁻⁻⁷ 10⁻⁻⁷ എത്ര വരും? 10⁻⁻14. 14ഉം 9ഓടെ ചെയ്യുമ്പോഴത്തേക്കും 10⁻⁻5 എന്ന് വരും. ഓക്കെ ആണോ? യെസ്. ഇൻറ്റു ഈ 2ഉം 3ഉം കൂടെ ചെയ്തോളൂ, 6 കിട്ടും. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ എത്ര വരുന്നുണ്ട്? 9 × 10⁻⁻². ക്ലിയർ അല്ലേ? ഈ 9ഉം ഈ 9ഓടെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. 10⁻⁻5ഉം -2ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. -3 മേളിൽ വരുന്നു. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഒന്ന് പറഞ്ഞേ. F ഈസ് ഈക്വൽ ടു യെസ് 6 × 10⁻⁻3. ഓക്കെ ആണോ? ഇതാണ് തേർഡ് സ്റ്റെപ്പ്. നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്തു, അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് കണ്ടുപിടിക്കുന്നു. ഇനി ഇതിനകത്ത് ഫോർത്ത് സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ്. ഫൈനൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? സോ ഇറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 6 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ ഇവിടെ എഴുതാം എന്ത്? ഇത് റിപ്പൾസീവ് ആണ്. എങ്ങനെ മനസ്സിലായി റിപ്പൾസീവ് ആണ്? ഈ ഫോഴ്സിന്റെ നേച്ചർ എങ്ങനെ മനസ്സിലായി? 2 പോസിറ്റീവ് ചാർജുകൾ അൺലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇനി എല്ലാ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഗിവൺ ഡീറ്റെയിൽസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ മാറ്റി എഴുതുന്നു,
പിന്നീട് അൺനോൺ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ആൻസർ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതിനിടയ്ക്ക് ഫിഗർ വല്ലതും വേണമെങ്കിൽ വരച്ച് വെച്ചേക്കുക. ഫിഗർ വരച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, വിഷ്വലൈസ് ചെയ്ത് ചെയ്യുന്നത് പോലെ എളുപ്പമായിരിക്കും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. സോ 1.2 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മാൾ സ്ഫിയർ ഓഫ് ചാർജ് 0.4 മൈക്രോകൂളോം ഡ്യൂ ടു അനദർ സ്മാൾ സ്ഫിയർ ഓഫ് ചാർജ് -0.8 മൈക്രോകൂളോം ഇൻ എയർ ഈസ് 0.2 ന്യൂട്ടൺ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ഫിയേഴ്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ ഡ്യൂ ടു ദി ഫസ്റ്റ്? ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലാക്കണമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സ്ഫിയറുകൾ നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ മാറ്റി വെച്ചിരിക്കുന്നു. ഫസ്റ്റിനെ നിങ്ങൾ Q1 എന്ന് വിളിച്ചോളൂ, സെക്കൻഡ് നിങ്ങൾ Q2 എന്ന് വിളിച്ചോളൂ. ഡിസ്റ്റൻസ് നിങ്ങൾക്ക് 6 ഗിവൺ തന്നിട്ടുണ്ട്. ഇല്ല സോറി, ഇവിടെ 6 തന്നിട്ടില്ല, ഇവിടെ ഉണ്ടായ ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 ഡിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പറഞ്ഞോളൂ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Q1? Q1 ഈസ് ഈക്വൽ ടു 0.4 മൈക്രോകൂളോം. മൈക്രോകൂളോം സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണോ? അല്ല, SI യൂണിറ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 0.4 ഇൻറ്റു 10⁻⁻6 കൂളോം ആണോ? കുറച്ചുകൂടി ബെറ്റർ എഴുതിയാൽ 4 ഇൻറ്റു 10⁻⁻7 കൂളോം. ഞാൻ പെർഫെക്റ്റ് നമ്പർ ആക്കി എഴുതിയതാണ്, ഡെസിമൽ പാർട്ട് മാറ്റി എഴുതിയതാണ്. ഓക്കെ ആണോ? സോ വാട്ട് ഈസ് വാല്യൂ ഓഫ് Q2 ഹിയർ? Q2 ഈസ് ഈക്വൽ ടു അഗെയിൻ -0.8 മൈക്രോകൂളോം. മാറ്റിക്കോ, -0.8 ഇൻറ്റു 10⁻⁻6 മൈക്രോകൂളോമിനെ മാറ്റാൻ -6 ആണ്. നമ്മളത് -0.8നെ 8 ആക്കുന്നു, 10⁻⁻7. പവർ ഒന്ന് നെഗറ്റീവ് കൂട്ടിയാൽ പോരെ. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 0.2 ന്യൂട്ടൺ. ഓക്കെ ആണോ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, മാറ്റാൻ നിൽക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് പവറിലേക്ക് മാറ്റാം, 10ന്റെ പവറിലേക്ക് -1 ന്യൂട്ടൺ. ചെയ്യാൻ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് CBSE-കാരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡെസിമൽ പാർട്ട് മാറ്റി ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. ഓക്കെ, സോ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ ആണോ? സോ ഫസ്റ്റ് ഫോഴ്സ്, ഫസ്റ്റ് ചാർജ്, സെക്കൻഡ് ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് വന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 6 വേണം. F ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്. അഗെയിൻ കൂളോംസ് ലോ ആണോ? സോ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. കൂളോംസ് ലോ വി ഹാവ് F ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R². ഇവിടെയും K മീഡിയം നമുക്ക് ഫേസ് സ്പേസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ R² ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R² ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ F. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളൂ. R² ഈസ് ഈക്വൽ ടു R² ആണെന്ന് ഓർത്തോണേ. ഫൈനൽ വരുമ്പോഴും R² തന്നെ കണ്ടതിനകത്ത് 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു പറഞ്ഞോ Q1ന്റെ വാല്യൂ എത്രയാണ്? 4 ഇൻറ്റു 10⁻⁻7 ആണോ? ഇൻറ്റു Q2ന്റെ വാല്യൂ എത്രയാണ്? Q2ന്റെ വാല്യൂ എത്രയാണ്? -8 ഇൻറ്റു 10⁻⁻7 ആണ്. പക്ഷേ ഞാൻ ആ മൈനസ് എടുക്കുന്നില്ല, കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. സോ ഞാൻ എന്ത് എടുക്കുന്നുള്ളൂ? അതിന്റെ മാഗ്നിറ്റ്യൂഡേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ മൈനസ് എടുക്കുന്നില്ല. 10⁻⁻7 ഡിവൈഡഡ് ബൈ ഫോഴ്സ്. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? 0.2 ആണ്. ഞാൻ അതിന് 2 ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഇൻറ്റു 10⁻⁻1 ആണോ? ഓക്കെ, വെട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കുക. എന്തൊക്കെയുണ്ട് വെട്ടാനായിട്ട് ഇവിടെ? യെസ്, ഇതിനകത്ത് നമുക്ക് വെട്ടാനായിട്ടുള്ള വാല്യൂസ് 4, 2 ക്യാൻസൽ ആയി പോകുന്നു. അഗെയിൻ അവിടെ 2 കിട്ടുന്നു. -1ഉം -7 വെട്ടിക്കോ, -6 വരുന്നു. ഓക്കെ ആണോ? സോ ബാക്കി എന്തൊക്കെയുണ്ട്? 9, 2, 8. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് R²ന്റെ വാല്യൂ കിട്ടും. പവർ 10ന്റെയും കൂടെ സോൾവ് ചെയ്തെടുക്കുക. Therefore we can write R² is 144 into 10⁻⁻. ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ എത്ര വരും? -13 യെസ് ഇറ്റ് ഈസ് -4 എന്ന് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ R എത്രയായിരിക്കും? ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. റൂട്ട് ഓഫ് 144 ഈസ് 12 ഇൻറ്റു 10⁻⁻2 മീറ്റർ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, മീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയോ? അപ്പോൾ A പാർട്ടിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. നമുക്കിനി എന്താ വേണ്ടത്? B പാർട്ട് നോക്കണം. B പാർട്ട് എന്താ? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്ഫിയർ? B പാർട്ടിൽ പറഞ്ഞിരിക്കുന്നു, നോക്കിയേ, രണ്ട് സ്ഫിയേഴ്സിൽ സെക്കൻഡ് സ്ഫിയർ ഫസ്റ്റ് സ്ഫിയറിന് കൊടുക്കുന്ന ഫോഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് F12, ദാറ്റ് ഈസ് ഓൺ 1/2 ഓൺ ഫസ്റ്റ് ചാർജ് ബൈ സെക്കൻഡ് ചാർജ്. എത്രയാണ്? 0.2 ന്യൂട്ടൺ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ 2/1. സെക്കൻഡ് സ്ഫിയറിലേക്ക് ഫസ്റ്റ് സ്ഫിയർ കൊടുക്കുന്ന എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ആണോ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളോംസിലോ എന്തോ ബേസ് ചെയ്യുന്നുണ്ട്, ന്യൂട്ടന്റെ തേർഡ് ലോ ബേസ് ചെയ്യുന്നുണ്ട്. അതായത് ഓൺ 1ലേക്ക് 2 കൊടുക്കുന്നത് തന്നെയാണ് തിരിച്ചും കൊടുക്കുന്നത്. 2 1ലേക്കും കൊടുക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും. Therefore എന്തെഴുതാം? ഈക്വലും ഓപ്പോസിറ്റും ആണ്. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉപയോഗിച്ച് എഴുതുവാണെങ്കിൽ F12 എന്ന് എഴുതാം. വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുവാണെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. അല്ല, ഡയറക്ഷനോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? ഈസ് സെയിം. എന്താ? 0.2 ന്യൂട്ടൺ തന്നെ ആയിരിക്കും.
ഇനി അതിൻ്റെ നേച്ചർ പറയാനാണെങ്കിൽ റിപ്പൾസീവ്, കാരണം രണ്ടും അട്രാക്റ്റീവ്. ഇവിടെ എന്തുകൊണ്ട് അട്രാക്റ്റീവ് വന്നു? രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണ്, therefore it is attractive in nature. എളുപ്പമല്ലേ? മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. 1.3 check that the ratio k e square by g into me mp, that is mass of proton and mass of electron, is dimensionless. നോക്കാം നമുക്കത് ഡയമെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലുക്ക് അപ്പ് എ ടേബിൾ ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻസ് and determine the value of this ratio. What does the ratio signify? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി. നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോയുടെ ഡയമെൻഷൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ആ കോൺസ്റ്റന്റിനെ ഒന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് നോക്കിയിട്ട്, ആ കിട്ടിയ വാല്യൂവിനെ ഒന്ന് നോക്കിയിട്ട് എന്ത് സിഗ്നിഫൈ ചെയ്യുന്നു എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇതെന്താണ്. കെ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ജി ഇൻറ്റു എം ഇ എം പി, ഇതെന്താണെന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡയമെൻഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? യെസ്, ശരിക്കും ഇത് രണ്ട് പ്രോട്ടോൺസിനെയും ഒരു ഇലക്ട്രോണിനെയും ഒരു പ്രോട്ടോണിനെയും 6 ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും അതേ ചാർജുകൾക്കിടയ്ക്കുണ്ടാവുന്ന, ചാർജ് ആകുമ്പോൾ ഉറപ്പായിട്ട് മാസം ഉണ്ടല്ലോ, അവർക്കിടയ്ക്കുണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ റേഷ്യോ ആണ്. സംശയം ഉണ്ടോ? ചെക്ക് ചെയ്ത് നോക്കിക്കോ. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ എഫ് ഇ? കെ ഇൻറ്റു Q1 Q2. Q1 എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ചാർജ്, ഫസ്റ്റ് ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ചാർജ് ഇ ആണ്. സെക്കൻഡിൻ്റെ ചാർജ് ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു, അതുകൊണ്ട് അതും ഇ ആണ്, ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ജി ഇൻറ്റു M1 M2, ഫസ്റ്റ് മാസിൻ്റെ എം പി ഇൻറ്റു സെക്കൻഡ് മാസ് ആണോ എം ഇ ബൈ ആർ സ്ക്വയർ. നിങ്ങൾക്ക് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് കെ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ജി ഇൻറ്റു ഒരു ഓർഡറിലാക്കി എഴുതിയാൽ എം ഇ എം പി ആണോ? ഈ സാധനം തന്നെയല്ലേ ഇത്? സോ എന്താ ഇത്? ശരിക്കും ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏത് കേസിലും ഒരു പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും കേസിലുള്ള. ക്ലിയർ ആണോ? സോ ഇതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് എ റേഷ്യോ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കെയുടെ ഡയമെൻഷൻ ഒന്ന് പറഞ്ഞിടണം. കെയുടെ ഡയമെൻഷൻ കാണാതെ അറിയില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതി നോക്കാം. പറഞ്ഞോളൂ, കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ആദ്യം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നല്ലേ ആണ്. അതിന് കെയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു തരൂ. എഫ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ Q1 Q2 ആണോ? Q1 Q2 ചാർജ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ശ്രദ്ധിക്കേ. ആദ്യ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ML(T)⁻², ആർ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ എൽ സ്ക്വയർ വേണം, കാരണം ആർ സ്ക്വയർ എന്നുണ്ടായിരുന്നു, ബൈ Q1 AT Q2 AT. അതിന് വേണമെങ്കിൽ എ സ്ക്വയർ ടി സ്ക്വയർ എന്ന് ആദ്യം തന്നെ എഴുതാം. ഓക്കെ, ഇനി ബാക്കിയെല്ലാം കൂടെ ഒന്ന് സോൾവ് ചെയ്ത് തരൂ. ഇറ്റ് ഈസ് എം പറഞ്ഞല്ല ഉള്ളൂ, അതുകൊണ്ട് അത്രയും L³ T⁻², ഈ -2 കൂടെ മേളിൽ ചെല്ലുമ്പോഴത്തേക്കും -4 ആവും, കാരണം 2 T മേളിൽ പോകുന്നുണ്ട്. A⁻²-2. സോ ദിസ് ഇസ് ദ ആൻസർ. എന്തിൻ്റെ? കെയുടെ ഡയമെൻഷൻ കിട്ടി ആണോ? അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂടെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റെ കൂടെ കണ്ടുപിടിച്ചോളൂ, കാരണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. വി ഹാവ് എഫ് ജി, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ജി M1 M2 ബൈ ആർ സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത് ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എഫ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ M1 M2 ആണോ? സോ അതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞാൽ ML(T)⁻² ഇൻറ്റു എൽ സ്ക്വയർ, -2 ഉണ്ട്, എൽ സ്ക്വയർ ആണോ, ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു മാസ് MM ആണോ? ക്യാൻസൽ ചെയ്യുന്നു. എം മുകളിൽ വരട്ടെ, M⁻⁻1, എൽ സ്ക്വയറോട് ചേർന്ന് L³ ആവും, T⁻². ആൻഡ് ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ജി. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞു തന്നെ എന്തായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ, ഈ റേഷ്യോയുടെ ഡയമെൻഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആ റേഷ്യോയുടെ ഡയമെൻഷൻ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ആദ്യം കെയുടെ ഡയമെൻഷൻ എഴുതാം. കെയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ML³ T⁻⁻4 A⁻². ഓക്കെ അല്ലേ? അതെ. ഇനി എന്താ വരാൻ പോകുന്നത്? ഡിവൈഡഡ് ബൈ ജിയുടെ എന്തായിരുന്നു? M⁻⁻, ഇവിടെ ഒരു ഇ സ്ക്വയർ ഉണ്ട്. എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഒരു പ്രോട്ടോൺ. അപ്പോൾ എന്തായിരിക്കും അത്? AT ആയിരിക്കും. അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ A² T² നിർത്തണം കേട്ടോ. ഓക്കെ, ഇവിടെ ബാക്കിയുള്ളത് ജി, താഴെ ജിയുടേത് M⁻⁻1 L³ T⁻² ആണോ? ഇൻറ്റു പിന്നെ ME മാസ്. അപ്പം M കൂടെ കിട്ടാൽ പോരെ? യെസ്, ഒരു എമ്മും ഒരു എമ്മൂടെ ക്യാൻസലായി പോവും. ഇവിടുത്തെ -1ഉം ഈ എമ്മൂടെ ക്യാൻസലായി പോവും. പിന്നെ വേറെ ആരൊക്കെ? ഇവിടെ ഒരു L³ ഉണ്ട്, ക്യാൻസലായി പോവും. T⁻⁻4ഉം
ടി റൈസ് ടു മൈനസ് ടു കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ ടി റൈസ് ടു മൈനസ് ടു വരും. ആ ടി റൈസ് ടു മൈനസ് ടുവും ടി സ്ക്വയറുടെ ക്യാൻസൽ ആവും. എ റൈസ് ടു മൈനസ് ടുവും എ സ്ക്വയറുടെ ക്യാൻസൽ ആവും. സോ നോ ഡയമെൻഷൻ. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ കാണാത്ത ഡയമെൻഷൻ ഇല്ല. മനസ്സിലായോ? സോ ഇറ്റ്സ് ജസ്റ്റ് എ ഡയമെൻഷൻലെസ് നമ്പർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആയിരിക്കും. സോ നമ്മളോട് ആ റേഷ്യോയുടെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഡയമെൻഷൻലെസ് തന്നെയാണ്. ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് വാല്യൂ കിട്ടും. ആണോ? ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.27 ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. 2.27 ഇൻറ്റു 10 റൈസ് ടു 39 എന്നായിരിക്കും. സോ ഇത്രയുമായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. എത്രയാണ്? 2.27 ഇൻറ്റു 10 റൈസ് ടു 39. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. സോ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? FE/FG ആണ്. എത്ര കിട്ടിയത്? 2.27 ഇൻറ്റു 10 റൈസ് ടു 39 ആണോ? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. രണ്ട് ചാർജുകൾ എടുത്ത് അടുത്ത് വെച്ചാൽ അവർക്കിടയ്ക്കുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അവർക്കിടയ്ക്കുണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഈ രണ്ട് ഫോഴ്സും ഉണ്ടാവും. ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു നമ്പറാണ്. ഇത്രയും വലിയൊരു നമ്പറാണ്. കാരണം 10 റൈസ് ടു 39. മനസ്സിലായോ? അതായത് ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും എത്ര ടൈംസ് കൂടുതലാണ്? 2.27 ഇൻറ്റു 10 റൈസ് ടു 39 ടൈംസ് കൂടുതലാണ്. വിച്ച് മീൻസ് electrostatic force between two charges is greater than this much greater than yes gravitational force developed between them. അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ വീക്കസ്റ്റ് ഫോഴ്സ് തന്നെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അതിനെക്കാട്ടി കൂടുതലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തത്. ക്ലിയർ ആണോ? സോ ആ റേഷ്യോ പറഞ്ഞത് ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് നമ്പർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ക്ലിയർ ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ ദ മീനിങ് of the statement electric charges of a body is quantized. Second question, why can one ignore quantization of electric charge when dealing with the macroscopic large scale like നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ വാട്ട് മീൻ ബൈ ക്വാണ്ടിസേഷൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മാക്രോസ്കോപ്പിക്കിലേക്ക് വരുമ്പോൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലിയ ഇഗ്നോർ ചെയ്തങ്ങ് വിടാറാണ് പതിവ്. എന്തുകൊണ്ടാണ് നോക്കാം. ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞത് വാട്ട് ഈസ് ക്വാണ്ടിസേഷൻ? We know Q is equal to N. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്. അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസ് ചാർജ് ആയിട്ട് മാത്രമേ ഒരു ബോഡിയിൽ ചാർജ് എക്സിസ്റ്റ് ചെയ്യൂ. നോക്ക്, എൻ്റെ കയ്യിൽ രണ്ട് ബോഡികളുണ്ട്. ഫസ്റ്റ് ബോഡി ഒരു ന്യൂട്രൽ ബോഡിയാണ്, എ എന്ന് വിളിച്ചോളൂ. സെക്കൻഡ് ബോഡിയും ഒരു ന്യൂട്രൽ ബോഡിയാണ്, ബി എന്ന് വിളിച്ചോളൂ. ന്യൂട്രൽ ബോഡി എന്ന് വെച്ചാൽ എന്താ? ചാർജ് ഇല്ലാത്ത ബോഡി എന്നല്ല, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്. നോക്ക്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ടെന്ന് പറയുന്നു. സെക്കൻഡ് ബോഡിക്കകത്തും ഇതുപോലെ തന്നെ 10 ഇലക്ട്രോൺസും 10 പ്രോട്ടോൺസും ഉണ്ട്. ഓക്കെ ആണോ? സോ ഞാൻ ഫസ്റ്റ് ബോഡിയിലേക്ക് കുറച്ച് വർക്ക് കൊടുക്കാൻ പോവാം, കുറച്ച് എനർജി കൊടുക്കാൻ പോവാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അതിനാവശ്യമുള്ള വർക്ക് ഫംഗ്ഷൻ കിട്ടിയാൽ, വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടുന്ന, എജക്ട് ചെയ്യാൻ വേണ്ടുന്ന മിനിമം എനർജിയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് ചാടി അതിനകത്തോട്ട് കയറിയെന്ന് വെച്ചു. ഇവിടുത്തെ ടോട്ടൽ ചാർജ് 0 ആയിരുന്നു. ഇവിടുത്തെ ടോട്ടൽ ചാർജ് 0 ആയിരുന്നു. പെട്ടെന്നാണ് ഒരു ഇലക്ട്രോൺ എയിൽ നിന്ന് ബിയിലേക്ക് പോയത്. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഓൺലി 9 ഇലക്ട്രോൺസ്. എത്ര പ്രോട്ടോൺ ഉണ്ട്? 10 പ്രോട്ടോൺ. ടോട്ടൽ ചാർജ് എത്ര? ഒരു പ്രോട്ടോണിൻ്റെ എക്സ്ട്രാ വന്നില്ലേ? അതുകൊണ്ട് തന്നെ ടോട്ടൽ ചാർജ് ഓൺ എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എത്ര? ബേസ് ചാർജ് ഇ. മനസ്സിലായോ? ദാറ്റ് ഈസ് 1 ഇ എന്ന് എഴുതിക്കോട്ടെ. അറ്റ് ദ സെയിം ടൈം നോക്കിക്കേ, ഈ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ ഈ ബോഡിയിലേക്ക് എടുത്ത് ചാടി. ആണോ? കാരണം അതിന് ഹൈ വർക്ക് ഫംഗ്ഷൻ ആയിരുന്നു. ലോ വർക്ക് ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് ഹൈ വർക്ക് ഫംഗ്ഷൻ ബോഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണല്ലോ ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ബോഡിയിൽ എത്ര ഇലക്ട്രോൺ ആയി? 11 ഇലക്ട്രോൺ ആയി. എക്സാമ്പിൾ ആണ്. എത്ര പ്രോട്ടോൺ ഉണ്ട്? 10 പ്രോട്ടോൺ. ഇവിടെ ആരെ എക്സ്ട്രാ ആയത്? ഒരു ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചാർജ് എത്ര ആയിരിക്കും? 1 ഇൻറ്റു മൈനസ് ഇ, ദാറ്റ് ഈസ് ബേസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് മൈനസ് ഇന്ന് കൊടുത്തത്. ദാറ്റ് ഈസ് -1 ഇ. കത്തിയോ? മനസ്സിലായോ? ഓക്കെ, സപ്പോസ് ഇവിടുന്ന് 2 ചാർജുകളാണ് ചാടിയിരുന്നെങ്കിലോ, 2 ഇലക്ട്രോൺ കുറച്ചുകൂടെ എനർജി കൂടുതൽ എടുത്തപ്പോൾ 2 ഇലക്ട്രോൺ ചാടിയിരുന്നെങ്കിലോ, ഇവിടെ ബാക്കി 8 ഇലക്ട്രോണേ വരത്തുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ 2 പ്രോട്ടോൺ എക്സ്ട്രാ ആയനെ. സോ ഇവിടെ 2 ചാർജ് എക്സ്ട്രാ ആയനെ. അപ്പോൾ ഇവിടെ 2 കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് കയറുമ്പോൾ അത് 12 ഇലക്ട്രോൺ ടോട്ടലാവും. അപ്പോൾ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ആവും. അപ്പോൾ 2 ചാർജ് ടോട്ടൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് -2e ആയനെ. Q is equal to -2e. ഇവിടെ Q is equal to 2e. 3 എണ്ണം പോയാലോ? 3. ഇവിടെ Q is equal to -3. 4 എണ്ണം പോയാലോ? 4e. ഇവിടെ -4e. ആണോ? സോ n എണ്ണം പോയിരുന്നെങ്കിൽ ഇവിടുന്ന് n ഇലക്ട്രോൺസ് എത്ര പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൊടുക്കുന്ന എനർജി അനുസരിച്ചിരിക്കും. കൂടുതൽ എനർജി കൊടുത്തു, n ഇലക്ട്രോൺസ് അങ്ങോട്ട് പോയി. എത്ര ഇലക്ട്രോൺസ് പോയി?
n ഇലക്ട്രോൺസ് അങ്ങോട്ട് പോയി. n ഇലക്ട്രോൺസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് എത്രയായിരിക്കും? ആസ് പെർ ദ ഇക്വേഷൻ ഇറ്റ് ഈസ് Ne ആണോ? പോസിറ്റീവ് ചാർജ് ആണ്, കാരണം ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തു. ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കും? Q is equal to minus Ne. കത്തിയോ? ദാറ്റ് ഈസ് ഒരു ബോഡിക്കകത്തുണ്ടാകുന്ന ചാർജ് എപ്പോഴും എങ്ങനെയായിരിക്കും? പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ, വേറെ n ഈസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ, അതൊരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. നോക്കിക്കേ എത്ര ഇലക്ട്രോൺസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. ഇൻറ്റു ബേസ് ചാർജ്. പ്ലസ് ഓർ മൈനസ് വരാൻ കാരണം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ആണോ? അല്ലാതെ 2.1 ഇലക്ട്രോൺ ഇങ്ങനെ എന്നിന് വാല്യൂ വരുമോ? ഇല്ല, അതൊരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ എക്സ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് 2 വരാം, പിന്നെ വരുന്ന എത്രയായിരിക്കും? 3 ആയിരിക്കും എന്നിന്റെ വാല്യൂ. മനസ്സിലായോ? 4, 5, 6 അങ്ങനെ പെർഫെക്റ്റ് നമ്പേഴ്സ് ആയിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ ഡെസിമൽ പാർട്ടുള്ള നമ്പേഴ്സ് വരത്തില്ല എന്ന്. ക്ലിയർ ആണോ? ഇനി മാക്രോസ്കോപ്പിക്കിൽ ഇത് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, മാക്രോസ്കോപ്പിക്കിൽ ഇതേ ഇക്വേഷൻ വാലിഡ് ആണ്, പക്ഷെ എന്താ നോക്കണേ, ഒരു മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ചാർജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കി, അതിന് ആ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ബോഡിക്കകത്ത് എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അവിടുന്ന് റിലീസ് ആയ ഇലക്ട്രോൺസിന് എണ്ണോ എന്ന് കണ്ടുപിടിച്ചേ. ദാറ്റ് ഈസ് Q/E. മക്കളെ നമുക്കറിയാം ഇത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആണ്. ഒരു മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ, മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒബ്ജക്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വലിയ ലാർജ് സ്കെയിലുള്ള ഒബ്ജക്റ്റിന്റെ ചാർജ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? 1.6 × 10⁻⁻⁹ വളരെ ചെറിയതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ എന്നിന്റെ വാല്യൂ വളരെ വളരെ കൂടുതലായിരിക്കത്തില്ലേ? എന്നിന്റെ വാല്യൂ, കാരണം ഡിനോമിനേറ്റർ കുറവും ന്യൂമറേറ്റർ കൂടുതലുമാണ്. ഏത് കേസിൽ മാത്രം? മാക്രോസ്കോപ്പിന്റെ കേസിൽ. സോ എന്നിന്റെ വാല്യൂ വളരെ വലുതായതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ഇൻറ്റിജർ മൾട്ടിപ്പിളേ വരത്തുള്ളൂ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ മാത്രമേ വരത്തുള്ളൂ. കാരണം എന്താ? അവിടെ ഡെസിമൽ പാർട്ട് വന്നാലും 10ന്റെ പവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു 16 കൂളം ചാർജ് വേണം. 16 കൂളം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചാർജാണ്. 16 കൂളം ചാർജ് വേണം. Q is equal to 16 കൂളം ചാർജ് വേണം. ഓക്കെ ആണോ? ഞാൻ അതിന് വേണ്ടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു മാക്രോസ്കോപ്പിക് ആണ്, അതിന് വേണ്ടുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ പോവാം. 16 കൂളം ഡിവൈഡ് ബൈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? 1.6 × 10⁻⁻⁹. ഓക്കെ ആണോ? സോ ഞാനിതിനെ ഇങ്ങനെ ആക്കിക്കോട്ടെ, 16 × 10⁻20. ഓക്കെ ആണോ? സോ ഫൈനൽ ആൻസർ എന്ത് വരും? N is equal to 6 ന് 6 വിട്ടുന്നു, 10⁻⁻20 മേളിൽ വരുന്നുണ്ട്, 10⁻20. കത്തിയോ? എന്താ മനസ്സിലായത്? കണ്ടോ, വലിയൊരു നമ്പർ ആയിരിക്കും, എന്നിന്റെ വാല്യൂ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഡെസിമൽ വന്നാലും കാര്യമില്ല. ഇനി ഞാൻ വേറൊരു എക്സാമ്പിളോടെ പറയും ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യൂവിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 17 ആണെന്ന് വെച്ചോളൂ. എത്രയാണ്? 17 ആണ്. സോ എനിക്ക് n ചെയ്യുമ്പോൾ Q/E എന്ന് കിട്ടും. ദാറ്റ് ഈസ് 17 വൺസ് ബൈ 1.6 × 10⁻⁻⁹. ദാറ്റ് ഈസ് 16 × 10⁻20 എന്ന് എഴുതാം. ഓക്കെ ആണോ? സോ ഇതിന്റെ വാല്യൂ എടുക്കുമ്പോൾ എനിക്ക് ഏകദേശം 1 പോയിന്റ് സംതിങ് കിട്ടും. ഞാൻ പറയുന്നത് ഒരു 1.2 ആണെന്ന് വെച്ചോ. 1.2 × 10⁻20 എന്നാണ് കിട്ടാൻ പോകുന്നത്. കണ്ടോ, അപ്പോഴും 1.2 വന്നാലും കുഴപ്പമില്ല, കാരണം പവർ 10ന്റെ കൂടെ കുറേ ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ആക്കി എഴുതാം, ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആക്കി എഴുതാം, 19. ഓക്കെ ആണോ? സോ ലാർജ് ഒബ്ജക്ട്സിന്റെ കേസിൽ ഉറപ്പായിട്ടും എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റിജർ നമ്പർ ആയിട്ട് തന്നെ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാതെ വിടുന്നത്. കൺസെപ്റ്റ് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നാണ്. വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്, ചാർജസ് അപ്പിയർ ഓൺ ബോത്ത്. അറിയാലോ, ഫ്രിക്ഷൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് ബോഡിയിലും ചാർജുകൾ ഉണ്ടാകും. ചാർജ് ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാകത്തില്ല, പെയറായിട്ട് മാത്രമേ ഉണ്ടാവൂ. ഫ്രിക്ഷന്റെ കേസിൽ രണ്ട് ബോഡിയിലും ഉണ്ടാകുന്ന ചാർജുകൾ എന്താണെന്ന് ഓർത്ത് നോക്കിയേ, രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, എ സിമിലർ ഫിനോമിനൻ ഈസ് ഒബ്സർവ്ഡ് വിത്ത് മെനി അതർ പെയർസ് ഓഫ് ബോഡീസ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഒബ്സർവേഷൻ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. വാട്ട് ഇസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്? ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? നോക്കിക്കോ, ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. ന്യൂട്രൽ ബോഡിയാണ്, എ എന്ന് വിളിച്ചോളൂ. ഇത് വേറൊരു ന്യൂട്രൽ ബോഡിയാണ്, ബി എന്ന് വിളിച്ചോളൂ. ഞാൻ ഈ എയെ ബിയുടെ മേളിലോട്ട് റബ് ചെയ്യാൻ പോവാണ്, അതായത് ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകാൻ പോവാണ്. സോ രണ്ടിനകത്തും 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ടായിരുന്നു വെച്ചോ. 10 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 10 പ്രോട്ടോണും. ഈ ബോഡിക്കകത്ത് 10 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 10 പ്രോട്ടോൺ ഉണ്ടായിരുന്നു. പറഞ്ഞ ഈ സിസ്റ്റത്തിനകത്ത് മൊത്തം എത്ര പ്രോട്ടോൺ ഉണ്ട്? എത്ര പ്രോട്ടോൺ ഉണ്ട്? യെസ്, ടോട്ടൽ 20 പ്രോട്ടോൺ ഉണ്ട്, ടോട്ടൽ 20 ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഇതിനെ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ ലോ വർക്ക് ഫംഗ്ഷൻ ബോഡിയിൽ നിന്ന് ഹൈ വർക്ക് ഫംഗ്ഷൻ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേസ് ഇതാണ്. ഫസ്റ്റ് ബോഡിയിലേക്ക് 2 ഇലക്ട്രോൺ ലൂസായി, 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി. അപ്പോൾ ഫസ്റ്റ് ബോഡിയിൽ എത്ര? 8 ഇലക്ട്രോൺ 10 പ്രോട്ടോൺ ആണോ? ഈ 2 ഇലക്ട്രോൺ എവിടെ ചെന്ന് കയറിയിട്ടുണ്ട്? ബിയിൽ ചെന്ന് കയറിയിട്ടുണ്ട്. റബ്ബ് ചെയ്യുമ്പോൾ ആ എനർജി ട്രാൻസ്ഫർ കാരണം ഇലക്ട്രോൺസ് അടുത്ത ബോഡിയിലേക്ക് എടുത്ത് ചാടിയതാണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസിന് എണ്ണം എത്രയായി? 12 ആണോ? എത്ര പ്രോട്ടോൺ? 10 പ്രോട്ടോൺ തന്നെ. ക്ലിയർ ആണോ? മക്കളെ ഒന്ന് പറഞ്ഞു തന്നെ, ഇപ്പോൾ ഈ ബോഡിക്കകത്ത് ടോട്ടൽ പ്രോട്ടോൺ എണ്ണം എത്ര? 10 + 10 20 പ്രോട്ടോൺ. ഈ 2 ബോഡിക്കകത്തെയും ഇലക്ട്രോൺസിന് എണ്ണം എത്ര? 8 + 12, അപ്പോഴും 20 ഇലക്ട്രോൺ തന്നെ ഉണ്ട് അവിടെ. സോ ടോട്ടൽ ചാർജ് നേരത്തെ അത് തന്നെയല്ലേ? റബ്ബ് ചെയ്ത് ഫ്രിക്ഷൻ ഏത് ബോഡിയിലാണെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടായാലും എന്തായിരിക്കും?
ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് അങ്ങോട്ട് ചാടിയതേ ഉള്ളൂ, സിസ്റ്റത്തിനകത്ത് അത് സിസ്റ്റം വിട്ട് പുറത്ത് പോയിട്ടില്ല. ആണോ? ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇത് തന്നെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയിലും പഠിക്കുന്നത്. എനർജി ഒരു ബോഡിന് അടുത്ത വേറൊരു ഫോമിലേക്ക് മാറും, പക്ഷെ എന്താ, ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. കൺസർവേഷൻ ഓഫ് എനർജി. ഇതാ ഇവിടെ കൺസർവേഷൻ ഓഫ് ചാർജ്. മനസ്സിലായോ? ഒരു ബോഡി അടുത്ത ബോഡിയിലേക്ക് ചാർജ് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ് ആവും. ഏത് ബോഡി? ഇതാ ഈ ബോഡി പോസിറ്റീവ് ആവും, കാരണം അതിനകത്ത് പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ആയി, അഥവാ അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു. ഈ ബോഡി എന്താവും? അത്രയും തന്നെ നെഗറ്റീവ് ആവും. ഇത് 2 പോസിറ്റീവ് ആയെങ്കിൽ ഇവിടെ 2 നെഗറ്റീവ് ആവും. കണ്ടോ? ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും പെയറായിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷനകത്ത്. അതുകൊണ്ട് തന്നെ അവിടെ കൺസർവേഷൻ അത് ഒബേ ചെയ്യുന്നുണ്ട്. പക്ക അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. 4 പോയിന്റ് ചാർജസ് QA 2 മൈക്രോകൂളം, QB -5 മൈക്രോകൂളം, QC 2 microcoulomb, QD -5 microcoulomb are located at the corners of a square ABCD of side 10 cm. What is the force on a charge of 1 microcoulomb placed at the center of the square? ഒരു സ്ക്വയറിന്റെ 4 സൈഡിലായിട്ട് 4 ചാർജുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ സെന്റർ പോയിന്റിലായിട്ട് ഒരു 1 മൈക്രോകൂളോമിനെ വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ചാർജ്? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. അതിന്റെ സൈഡ് 10 cm ആണ്. അതിന്റെ മിഡ് പോയിന്റ് അഥവാ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഞാനൊരു ചാർജിനെ എടുത്തു വെക്കുന്നു. ആ ചാർജിനെ, ആ പോയിന്റിനെ നിങ്ങൾ O എന്ന് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ ചാർജിനെ 1 മൈക്രോകൂളം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? 10 cm സൈഡ് ആയിരുന്നേ. ഇനി ചാർജുകളെല്ലാം നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എയിലിരിക്കുന്ന എത്ര? 2 മൈക്രോകൂളം. ഒന്ന് ശ്രദ്ധിച്ചാൽ എയിലിരിക്കുന്ന ചാർജാണ് 2 മൈക്രോകൂളം. ബിയിലിരിക്കുന്നത് ഇറ്റ് ഈസ് -5 മൈക്രോകൂളം. സ്റ്റാൻഡേർഡ് അല്ല, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആക്കാം. ഓക്കെ, 2 മൈക്രോകൂളം. സിയിലിരിക്കുകയാണ്. ഡിയിലിരിക്കുന്നത് യെസ് ഇറ്റ് ഈസ് -5 മൈക്രോകൂളം. കത്തിയോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞ എത്ര ഫോഴ്സുകൾ ആ പോയിന്റ് ചാർജ് 1 മൈക്രോകൂളമിലേക്ക് ആക്ട് ചെയ്യും? യെസ്, 4 ഫോഴ്സുകൾ ആക്ട് ചെയ്യും. കാരണം എയിലിരിക്കുന്നത്, ബിയിലിരിക്കുന്നത്, സിയിലിരിക്കുന്നത്, ഡിയിലിരിക്കുന്നത്. ഈ 4 ഫോഴ്സുകളും കൂടെ ചേർന്നിട്ടാണ് നെറ്റ് ഫോഴ്സ് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ, ഇതിന്റെ ഓരോന്നിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെയാണെന്ന്. എയിലിരിക്കുന്ന ചാർജ് പോസിറ്റീവ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ടെസ്റ്റ് ചാർജ് അത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ദിസ് ഈസ് കാൾഡ് FA. എ കാരണം അനുഭവപ്പെടുന്നത്. ബി കാരണം അനുഭവപ്പെടുന്നതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബിയിലിരിക്കുന്നത് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ടെസ്റ്റ് ചാർജായ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് FB. ഓക്കെ അല്ലേ? അടുത്ത സിയിലിരിക്കുന്ന പോസിറ്റീവ് ചാർജ് നമ്മുടെ ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡയറക്ഷൻ FC. ഈ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, അട്രാക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് FD. ഇപ്പൊ നോക്കിയാൽ 4 ഡയറക്ഷനിലേക്ക് 4 ഫോഴ്സുകൾ കിട്ടിയോ? ഇനി നമുക്ക് ഇതിന്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ ആണോ? ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേറൊരു ടിപ്പ് അവസാനം പറഞ്ഞുതരാം. എന്നാലും നമ്മൾ ജനറൽ മെത്തേഡ് ചെയ്യുകയാണ്. ആദ്യത്തെ മാഗ്നിറ്റ്യൂഡ് FA, അതായത് എയിലിരിക്കുന്ന പോയിന്റ് ചാർജ് കാരണം ടെസ്റ്റ് ചാർജായ ഓയിലിരിക്കുന്ന 1 മൈക്രോകൂളോമിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. സോ K ഇൻറ്റു കൂളോംസിലൂടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫസ്റ്റ് ചാർജ് 2 ഇൻറ്റു 10⁻⁻⁶ എന്ന് എഴുതിക്കോട്ടെ, കാരണം മൈക്രോകൂളോമാണ് അതിനെ മാറ്റിയതാണ്. സെക്കൻഡ് ചാർജ് ഏതാ? നമ്മുടെ ടെസ്റ്റ് ചാർജ് 1 ഇൻറ്റു 10⁻⁻⁶, അത് മൈക്രോകൂളോമിൽ നിന്ന് കൂളോമിലോട്ട് മാറ്റി. ഡിവൈഡഡ് ബൈ, എനിക്കത് പറഞ്ഞാൽ ഡിവൈഡ് ബൈ എന്തായിരിക്കും? A മുതൽ O വരെയുള്ള ഡിസ്റ്റൻസ്, ഞാനതിനെ OA എന്ന് വിളിച്ചോട്ടെ, OAയുടെ സ്ക്വയർ. ഓക്കെ ആണോ? ഡയറക്ഷൻ എലോങ് OC. സിമിലർലി നിങ്ങൾ എനിക്ക് ആ FCയുടെ വാല്യൂ ഒന്ന് പറഞ്ഞുതരാം. FCയുടെ വാല്യൂ എത്രയായിരിക്കും? FCയുടെ വാല്യൂ FC ഈസ് ഈക്വൽ ടു ഇതേപോലെ K ഇൻറ്റു FC കണ്ടുപിടിക്കുമ്പോൾ ഇവനാണ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 2 ഇൻറ്റു 10⁻⁻⁶ ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻⁶ ആണോ? ഡിവൈഡഡ് ബൈ OCയുടെ സ്ക്വയർ ആണോ ഇല്ലയോ? ഉറപ്പായിട്ടുമാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ട്രയാങ്കിൾ സ്ക്വയറിന്റെ കേസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. OA ഈസ് ഈക്വൽ ടു OB ഈസ് ഈക്വൽ ടു OC ഈസ് ഈക്വൽ ടു OD ആണ്. കാരണം എന്താ? അതൊരു സിമെട്രി ഉള്ള ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡയഗണലിന്റെ മിഡ് പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉള്ള ദൂരം ഈക്വൽ ആയിരിക്കും. ആണോ? ഒരു സ്ക്വയറിന്റെ കേസിൽ അങ്ങനെയായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞൂടെ FAയുടെ വാല്യൂവും FCയുടെ വാല്യൂവും ഈക്വൽ ആണെന്ന്? കാരണം എന്താ? നോക്കൂ, ഇറ്റ് ഈസ് 2 ഇൻറ്റു K ഇൻറ്റു K എന്ന് വെച്ചാൽ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁻12 ബൈ OAയുടെ സ്ക്വയർ. ഇവനെന്ത് കിട്ടും? the same value 2 into K into പറഞ്ഞോ 10⁻⁻12 by OCയുടെ സ്ക്വയർ. OAയും OC സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സെയിം ആണെന്ന് എഴുതിക്കൂടെ. therefore we can write FA is equal to മാഗ്നിറ്റ്യൂഡ് ആണ് is equal to FC ആണോ? അതിനർത്ഥം ഇത് രണ്ടും ഈക്വലുമാണ്. ഓപ്പോസിറ്റും ആണ്, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകത്തില്ലേ? സോ ഓമരമി ക്യാൻസൽ ആയി. ഇനി ആ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫോഴ്സുകൾ ഒന്ന് കണ്ടുപിടിച്ചാലോ? FB നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് FB ആണെങ്കിൽ K ഇൻറ്റു ഫസ്റ്റ് ചാർജ് അതായത് -2 മൈക്രോകൂളം. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്, അതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നില്ല? മൈനസ് എടുക്കുന്നില്ല. സോ
ഇറ്റ് ഈസ് 5, സോറി -5 ആണ്. അതുകൊണ്ട് 5 × 10⁻⁻6 ആണോ, ഇൻറ്റു 1 × 10⁻⁻6 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബി മുതൽ ഒ വരെയുള്ള ദൂരമാണ്. ദറ്റ് ഈസ് ബി ഒ സ്ക്വയർ ആണോ, ദറ്റ് ഈസ് ബി ഒ സ്ക്വയർ അല്ലെങ്കിൽ ഒ ബി സ്ക്വയർ. ക്ലിയർ അല്ലേ? അടുത്തത് എഫ് ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഡിയും ഒരു അട്രാക്ഷൻ തന്നെയാണ്, -5 മൈക്രോകൂളം കൊടുക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോ, കെ ഇൻറ്റു ഫസ്റ്റ് ചാർജ്. ഞാൻ വീണ്ടും മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്താണ് എടുക്കുന്നത്, മൈനസ് സൈൻ ഉണ്ടായിട്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല, -6/OD സ്ക്വയർ. ക്ലിയർ ആണോ? നോക്കിക്കേ, ഇത് രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, എഫ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എഫ് ഡിയുടെ മാഗ്നിറ്റ്യൂഡ്, കാരണം മൈനസ് എടുത്തിട്ടില്ല, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും. നോക്കിക്കേ, എഫ് ബിയും എഫ് ഡിയും ഈക്വൽ ആണ്. എഫ് ബി എഫ് ഡി എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, അതും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നല്ലേ പറയേണ്ടത്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ക്യാൻസൽ ആയി പോകുന്നത്. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, therefore the net force at O, F എന്ന് വിളിച്ചോളൂ, ഈസ് ഈക്വൽ ടു 0. ആൻസർ ഈസ് 0. മനസ്സിലായോ? ആൻഡ് ദിസ് ഇസ് ദ ആൻസർ. സോ ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമെട്രി ഉള്ള ഷേപ്പ് ആയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഇരുന്ന ചാർജുകൾ ഈക്വലും വരുന്നു. സോ ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ്, ഇതിന് നടുക്ക് എത്ര ചാർജ് കൊണ്ട് വെച്ചാലും ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. സോ ക്യാൻസൽ ആയി പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സോ അതായത് ഇപ്പോൾ പറഞ്ഞ ആ ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു സിമെട്രി ഉള്ള ഷേപ്പ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഈക്വൽ ചാർജുകളാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത, അതിപ്പോൾ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ ഈക്വൽ ആണ് വെക്കുന്നതെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, കാരണം വി ഹാവ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നാ. അപ്പോൾ എഫ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇ 0 ആയിരിക്കണം. മനസ്സിലായോ? അതായത് ദാ ഈ സർക്കിൾ നോക്കിക്കേ, ഈ സർക്കിളിൻ്റെ ഞാൻ കുറേ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാം കോർണേഴ്സിൽ അല്ലെങ്കിൽ പോയിന്റുകളിൽ ഒരേ ചാർജുകൾ വെക്കുന്നു. നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ എടുത്ത് വെക്കുന്നു. ഇതിൻ്റെ സൈഡുകളിലെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ക്യൂ എന്ന് പറഞ്ഞ് സെയിം ചാർജുകൾ വെക്കാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റിൽ അനുഭവപ്പെടുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ ഈ ടിപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ആവശ്യം വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. An electrostatic field range is a continuous curve, that is, a field range cannot have sudden breaks. Why not? Second question, explain why two field ranges never cross each other at any point. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അത് പ്രീവിയസ് ഇയറും കൂടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് അതിന് ആൻസർ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, വാട്ട് ഡു യു മീൻ ബൈ ആൻ EFL, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദ ഇമാജിനറി ലൈൻസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വെയർ എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ക്യാൻ മൂവ് ഫ്രീലി. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു സോഴ്സ് ചാർജ് എടുത്ത് വെക്കുന്നു, ഇതിന് ചുറ്റും എന്തുണ്ടെന്ന് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ ടെസ്റ്റ് ചാർജ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ ടെസ്റ്റ് ചാർജിനെ ഇവൻ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് വിടും. പോസിറ്റീവ് ആയതുകൊണ്ടാണ് റിപ്പൽ ചെയ്യുന്നത്. ദാ റിപ്പൽ ചെയ്ത് പുറത്തോട്ട് വിടും, ആണോ? ഈ റിപ്പൽ ചെയ്ത് വിടുന്ന ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഞാൻ ഇവിടെയാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ അവനെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ടായിരിക്കും വിടുക. കണ്ടോ, അത് ആ ഫീൽഡ് ഉള്ളിടത്ത് വരെ റിപ്പൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇമാജിനറി ലൈൻസ് ആണ് ഇത് നമ്മുടെ പോസിറ്റീവ് ഡിസ്ചാർജ് മൂവ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കേ, ഇമാജിനറി ലൈൻ ആയിക്കോട്ടെ, എന്നാലും ആ പോസിറ്റീവ് ഡിസ്ചാർജ് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ബാക്കി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോവോ? ഇല്ല. ഡിസ്ചാർജിനെ റിപ്പൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, പക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് പോകുന്ന പാത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, അതിന് ബ്രേക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഫീൽഡ് ഉള്ളവരെ അവന്മാർ കണ്ടിന്യൂസ് ആയിരിക്കും, അവർക്ക് ബ്രേക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദേ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. വൈ? അത് പറയണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ദാ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈന് നിങ്ങൾ ഈ പോയിന്റ് ഒരു ടാൻജന്റ് വരച്ചാൽ, ഇവിടുത്തെ കേസ് ടാൻജന്റ് അതേ ഡയറക്ഷൻ തന്നെയാണ്, കണ്ടോ? അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ടാൻജന്റ് പോകുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കേസ് നോക്കാം. ഇന്റർസെക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇത് രണ്ട് ഫീൽഡ് ലൈൻസ് ആണ്, ഇവന്മാരെ അൺഫോർച്ചുനേറ്റ്ലി ഇന്റർസെക്ട് ചെയ്ത് പോയി എന്നങ്ങ് വെച്ചോളൂ. അപ്പോൾ നമുക്ക് അവിടെ ടാൻജന്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ടാൻജന്റുകൾ വരയ്ക്കാം. ഫസ്റ്റ് ടാൻജന്റ് ഇതാണ്, ആണോ? ഫസ്റ്റിന് വരച്ച ടാൻജന്റ്. ഇത് സെക്കൻഡ് ടാൻജന്റ്, സെക്കൻഡ് ഫീൽഡ് ലൈൻ വരച്ച ടാൻജന്റ്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ്, ഇത് അടുത്ത ഇലക്ട്രിക് ഫീൽഡ്. നോക്കിക്ക്, ഒരു പോയിന്റ് നമുക്ക് എത്ര ഇലക്ട്രിക് ഫീൽഡുകൾ കിട്ടും? രണ്ട് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ കിട്ടി, കാരണം രണ്ട് ടാൻജന്റ് ഉണ്ട് അവിടെ, ആണോ? അങ്ങനെ ഒരു പോയിന്റ് രണ്ട് ഫീൽഡുകൾ പോസിബിൾ ആണോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവന്മാർ ഇന്റർസെക്ട് ചെയ്യാത്തത്. അതായത് ഇഫ് ദ ഡു സോ, അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് വിച്ച് ഗീവ്സ് ടു ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവന്മാർ ഇന്റർസെക്ട് ചെയ്യാറില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ.
Two point charges QA 3 microcoulomb, QB minus 3 microcoulomb are located 20 cm apart in vacuum. What is the electric field at the midpoint O of the line AB joining the two charges? Next question, if a negative test charge of magnitude 1.5 into 10 raised to minus 9 coulomb is placed at this point, what is the force experienced by the test charge? Idum previous year aanu. So, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജുകളുണ്ട്. ഈ രണ്ട് ചാർജുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ രണ്ട് ചാർജുകൾ എന്താണ്? ഒന്ന് 3 മൈക്രോകൂളോമും മറ്റേത് -3 മൈക്രോകൂളോമും, which means it is called a dipole. Two equal and opposite charges separated by a small distance. ആണോ? എത്രയാ? 20 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 20 സെന്റിമീറ്ററിൽ വെച്ചിരിക്കുന്ന ഈ രണ്ട് ചാർജുകൾക്ക് നടുക്കൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് പോയിന്റ് ഇസ് കാൾഡ് O, മിഡ് പോയിന്റ് ആണല്ലോ. ഓക്കെ ആണോ? അപ്പം A മുതൽ O വരെയുള്ള ദൂരം എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. O മുതൽ B വരെയുള്ളത് 10 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ Oയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിക്കേ, ഈ ഒരു പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു പറഞ്ഞു തന്നെ? രണ്ടെണ്ണം. കാരണം എയിലിരിക്കുന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ബിയിലിരിക്കുന്ന ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മക്കളെ, എയിലിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഔട്ട്വേർഡ്സ്, ദാ ഇവിടുന്ന് പുറത്തോട്ടായിരിക്കും. ക്ലിയർ ആണോ? ദിസ് ഈസ് കാൾഡ് EA. അടുത്തത് ബിയിലിരിക്കുന്ന ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ അവന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻവേർട്സ് ആയിരിക്കും. അപ്പോൾ അതും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ദിസ് ഈസ് കാൾഡ് EB. മനസ്സിലായോ? നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇൻവേർട്സ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O എത്രയായിരിക്കും? രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് കൂട്ടി സെയിം ഡയറക്ഷൻ. ഓർത്തിരുന്നോ കേട്ടോ ഈ കോഡ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടിന്റെയും കൂടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടി സെയിം ഡയറക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് EA? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇസ് KQ/R². KQ/R². ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? E അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു KQ/R². ഇവിടുത്തെ K ഇലക്ട്രിക് ഫീൽഡ് വാക്വത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് Kയുടെ വാല്യൂ 9 എടുക്കാം. ഇയുടെ വാല്യൂ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് Qന്റെ വാല്യൂ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തോ 3 × 10⁻⁶ ആണോ? ഡിവൈഡഡ് ബൈ R². R² എത്രയാണ്? സെന്റിമീറ്ററിലാണ്. അതിനെ ഒന്ന് മീറ്റർ ആക്കി എടുത്തോളൂ. 10 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 10 × 10⁻² മീറ്റർ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു എത്രയാണ്? അല്ലെങ്കിൽ AO ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അതിനെ മാറ്റി 10 × 10⁻² മീറ്റർ എന്നാക്കിയേക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 9 × 10⁻⁹ ഇൻറ്റു 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ ഇത് രണ്ടോട് ചെയ്യുമ്പോൾ 10⁻⁻1 എന്ന് വരും. ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁻2 എന്നാവും. വെട്ടാവുന്നൊക്കെ വെട്ടിക്കോളൂ. ദേ എത്ര വരും? -4 എന്ന് വരത്തില്ലേ? സോ ദ ആൻസർ ഈസ് 27 × 10⁵. അത്രയും ന്യൂട്ടൺ അലോങ് ഈ ഡയറക്ഷൻ. ന്യൂട്ടൺ പെർ കൂളോം. ഓക്കെ അല്ലേ? അടുത്തത് EBയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാൽ EBയുടെ വാല്യൂ EB ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? K × 3 × 10⁻⁻6. കാരണം ഞാൻ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ ഉണ്ടായിട്ടും മൈനസ് എടുക്കാഞ്ഞത്. ഡിവൈഡഡ് ബൈ ഇതേ വാല്യൂ തന്നെയല്ലേ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? സോ എത്ര വരും? യെസ്, ഇതേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതിനെ E എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതും E തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആൻസർ എത്രയായിരിക്കും? 2 ടൈംസ് E ആയിരിക്കും. ക്ലിയർ ആണോ? സോ എനിക്ക് എന്താ എഴുതാം? യെസ്, ഈ കേസിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ്. കാരണം രണ്ട് സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 × എത്രയായിരുന്നു അവിടെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞേ? ദാറ്റ് ഈസ് 2 × 27 × 10⁵. 27 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം ആണോ? ഈസ് ഈക്വൽ ടു 54 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം. മനസ്സിലായോ? ഇനി ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആൻസറിനകത്ത് ഡയറക്ഷൻ കൂടെ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ. അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒരേ ഡയറക്ഷനാണ്. EAയും EBയും നമുക്ക് ഒരേ ഡയറക്ഷനാണെന്ന് വരച്ചപ്പോൾ തന്നെ മനസ്സിലായതാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫീൽഡിന്റെ ഡയറക്ഷനും അത് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് എലോങ് OB. ഇങ്ങനെ പറഞ്ഞാൽ മതി. എലോങ് OB എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ I ക്യാപ്പ് എന്നിടാം. കാരണം X ആക്സിൽ ആയതുകൊണ്ട് ഓർ I ക്യാപ്പ് എന്നിടാം. മനസ്സിലായോ? എലോങ് OB ഓർ I ക്യാപ്പ്. പക്കല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേ ചാർജിന്റെ സിസ്റ്റത്തിലേക്ക്, ഡൈപോളിന്റെ സെന്റർ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? -1.5 × 10⁻⁹ കൂളോം എന്ന് പറഞ്ഞൊരു ചാർജിനെ കൂടെ കൊണ്ടുവെക്കാൻ പോവാണ്. സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫോഴ്സ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q × E എന്നല്ലേ? കാരണം ഈ പോയിന്റ് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവച്ച ചാർജ് എത്രയാണ്? 1.5 × 10⁻⁻9. ഞാൻ ഇപ്പോഴും മാഗ്നിറ്റ്യൂഡ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇൻറ്റു പറഞ്ഞോ ഇയുടെ വാല്യൂ എത്രയാണ്? 54 × 10⁵ ആണോ?
സോ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഫൈനൽ ആൻസർ കിട്ടത്തില്ലേ? ഇറ്റ് ഈസ് 8.1 into 10⁻³ ന്യൂട്ടൺ. ക്ലിയർ ആണോ? ന്യൂട്ടൺ ഇസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്ന് പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വെച്ചേക്കുന്ന ചാർജ് ഏതാ? നെഗറ്റീവ്. ഈ നെഗറ്റീവിനെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഈ ഇരിക്കുന്ന ചാർജിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് -i∠, അല്ലെങ്കിൽ എലോങ് OA എന്ന് എഴുതാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പോയിന്റ് ഓർത്ത് വെച്ചോളൂ. ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണെന്നല്ലേ പറഞ്ഞത്? I∠അല്ലേ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്? ആണോ? ആണ്. ഇനി ഞാൻ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വെച്ചാൽ, ഓർത്തിരുന്നോണം, ഒരു നെഗറ്റീവ് ചാർജ് എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് വെച്ചിരുന്നെങ്കിൽ അത് അതിന്റെ അതേ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യും. മനസ്സിലായോ? സോ ഈ പോയിന്റോട് ഓർത്ത് വെച്ചേക്കുക. സോ ആൻസർ ക്ലിയർ അല്ലേ? പക്കല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. A system of two charges, QA is equal to 2.5 into 10⁻⁷ coulomb and QB is equal to -2.5 into 10⁻⁷ coulomb, located at points A 0, -15 cm, B 0, +15 cm respectively. What are the total charge and electric dipole moment of the system? നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണേ. സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചറിയാം. നമുക്കൊരു 3 ആക്സിസ് കോർഡിനേഷൻ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. 0, -15. അതായത് Z ആക്സിസ് മാത്രമാണ് അതിനകത്ത് കമ്പോണന്റ് ഉള്ളത്. ക്ലിയർ ആണോ? സോ നമുക്ക് ഒരു 3 ആക്സിസ് കോർഡിനേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അത് Z ആക്സിസിന്റെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മളൊരു 3 ആക്സിസ് കോർഡിനേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അതിന്റെ Z ആക്സിലെ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആ 2 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? +15 ഉം -15. ക്ലിയർ ആണോ? അവിടെ നമ്മൾ 2 ചാർജുകളെയും കൊണ്ടുവെക്കുന്നു. ആ ചാർജുകൾ ഡൈപോൾ ആണെന്ന് എടുത്ത് പറയേണ്ടല്ലോ, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് Z ആക്സിൽ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട നെറ്റ് ചാർജും ഡൈപോൾ മൊമെന്റും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്താണ്? യെസ്, അത് ഉറപ്പായിട്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്ന് എയിലോട്ട്. കാരണം നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ആണോ? ഡൈപോൾ മൊമെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ഇൻടു ഡൈപോൾ ലെങ്ത്. പഠിച്ചിട്ടുള്ളതല്ലേ? അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ. നെറ്റ് ചാർജ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ 2 ചാർജുകളോട് ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. ബിക്കോസ് അഡിറ്റിവിറ്റി എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ദാറ്റ് ഈസ് 2.5 into 10⁻⁷ plus -2.5 into 10⁻⁷. So the answer is 0. ഓർത്തിരുന്നോളൂ, ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ്? 0 ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് നമുക്ക് അതിന്റെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാം. P is equal to Q into 2 എന്നല്ലേ? യെസ്. Qന്റെ വാല്യൂ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. We have Q is equal to 2.5 into 10⁻⁷ coulomb. സ്റ്റാൻഡേർഡ് ആണ്. അടുത്തത് 2A. 2A മീൻസ് ഡൈപോൾ ലെങ്ത്. ശ്രദ്ധിച്ചിരുന്നു? 2A മീൻസ് ഡൈപോൾ ലെങ്ത്. 2Aയുടെ വാല്യൂ എത്രയായിരിക്കും ഇവിടെ? മക്കളെ ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അഗൈൻ ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ഞാൻ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 30 സെന്റിമീറ്റർ. മനസ്സിലായോ? ദാറ്റ് ഈസ് 30 into 10⁻² മീറ്റർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 2.5 into 10⁻⁷ into 30 into 10⁻². ചെയ്യാമോ? ഓക്കെ. 25 into 3 എന്ന് വരും. ദാറ്റ് ഈസ് 75 into 10⁻⁹ കൂളോം മീറ്റർ. ദിസ് ഈസ് ദ യൂണിറ്റ്. ആണോ? ഡയറക്ഷനോടെ പറഞ്ഞു. എലോങ് BA. എലോങ് BA. BA എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അങ്ങോട്ടാ? -Z ആക്സിൽ നിന്ന് +Z ആക്സിലോട്ടല്ലേ? സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം ഇതിന്റെ ഡയറക്ഷൻ? ഇറ്റ് ഈസ് എലോങ് K cap. Z ആക്സിലാ. മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആൻഡ് ദിസ് ഈസ് കാൾഡ് ഡൈപോൾ മൊമെന്റ്. പക്കല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. An electric dipole with a dipole moment 4 into 10⁻⁹ coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5 into 10⁴ Newton per coulomb. Calculate the magnitude of the torque acting on the dipole. ഓക്കെ ആണോ? അതായത് ഒരു ഡൈപോൾ എടുത്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് കറങ്ങും. അവനകത്ത് ടോർക്ക് അനുഭവപ്പെടും. ഓർത്തിരുന്നോണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ടോർക്കിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ഇതെങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഫീൽഡ് ലൈൻസ് പാരലൽ ആണെങ്കിൽ ആ ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ഫീൽഡ് ആയിരിക്കും. ഫീൽഡ് ലൈൻസ് പാരലൽ ആണെങ്കിൽ യൂണിഫോം ഫീൽഡ്. അതിലേക്ക് ഞാനൊരു ഡൈപോളിനെ വെക്കുന്നുണ്ട്. ആ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്? 30 ഡിഗ്രിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. 30 ഡിഗ്രിയിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഡൈപോൾ. ക്ലിയർ അല്ലേ?
സോ അതിൻ്റെ ഡൈപോൾ മൊമെന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും മൈനസ് ചാർജിൽ നിന്നും പ്ലസ് ചാർജിലേക്ക് പേര് കൊടുക്കാം. ദാറ്റ് ഈസ് എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ ആണോ? ആംഗിൾ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞേ, 30 ഡിഗ്രി ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ ടോർക്ക് എത്രയായിരിക്കും? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ടോർക്ക്? ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin theta. PE sin theta because it's a vector quantity, cross product ആയിട്ടാണ് എഴുതുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഹിയർ? യൂണിഫോം ഫീൽഡ് ദാറ്റ് ഈസ് 5 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം അഥവാ ന്യൂട്ടൺ കൂളോം -1. അടുത്തത് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് അത് P ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 4 × 10⁻⁹ ആണെന്ന്. ഓക്കെ ആണോ? തീറ്റ 30 ഡിഗ്രി ആണെന്ന്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളൂ, ആൻസർ ആവുമല്ലോ. 4 × 10⁻⁹ × 5 × 10⁴ ആണോ ഇൻറ്റു sin 30. sin 30യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാലോ? എത്രയായിരുന്നു sin 30യുടെ വാല്യൂ? ഇറ്റ് ഈസ് 1/2 ആണോ? ദാറ്റ് ഈസ് 4 × 5 × 10⁻⁻5 × 1/2. ഓക്കെ ആണോ? വെട്ടിക്കോ. എത്ര വരും? ഇവിടെ 2 വരത്തില്ലേ? 2 × 5 10 അല്ലേ? സോ എത്ര വരും? 10 × 10⁻⁵ ദാറ്റ് ഈസ് 10⁻⁴. ടോർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ആൻസർ. എളുപ്പമല്ലേ? ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.